അപ്പൊ ഈ വർത്തമാനത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു പുതിയ അനുഭവമാണ്. ഓരോ നിമിഷവും ഒരു നിമിഷം പോലും മനുഷ്യന്റെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്നില്ല. അപ്പൊ നടക്കുമോ ഇല്ലയോ എന്ന് അത് ഭാവിയിലെ കാര്യമാണ്. അപ്പൊ ഭാവിയെ ഓർത്തുള്ള ഉത്കണ്ഠ. ഞാൻ ഈ സംസാരിക്കുന്ന ഞാൻ ഈ തുടങ്ങിയ ഈ വാചകം ഇത് പൂർത്തിയാക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഇത് തന്നെ അടുത്ത നിമിഷം നമുക്ക് ആവർത്തിക്കാൻ ശ്രമിച്ചാൽ പോലും വരില്ല. അപ്പൊ ഓരോ നിമിഷവും പുതിയതായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാർ, ഈ ബന്ധങ്ങൾ തകരുന്നതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പാസ്റ്റ് ചികഞ്ഞു പോകുന്നതിലേക്കാണോ, അല്ലെങ്കിൽ പാസ്റ്റ് ചികഞ്ഞു പോകുന്നത് കൊണ്ടാണോ? ഒരു ബന്ധങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതില് നമ്മള് പാർട്ട്ണറിന്റെ പാസ്റ്റ് കൃത്യമായി അറിയണം എന്ന് നിർബന്ധം എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ബന്ധത്തില്? വലിയൊരു ചോദ്യമാണ്. ഈ മനുഷ്യ ജീവിതം എന്ന് പറയുന്ന സംഗതി ഈ ആകെ കുഴഞ്ഞ് അശകോശയായി ഈ തനി മലയാളത്തിൽ പറഞ്ഞ കൊഞ്ഞാട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു പ്രധാന കാരണം ഈ പാസ്റ്റാണ്. ഉദാഹരണത്തിന് ആദ്യത്തേക്ക് ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ട് ടെൻഷൻ ഉണ്ടാവുന്നു? അതങ്ങനെ ഞാൻ വിചാരിച്ച രീതിയിൽ നടക്കൂ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, അതിലായിരിക്കും പ്രധാനമായിട്ട് ടെൻഷൻ ഉണ്ടാകുന്നത്. അപ്പൊ നടക്കുമോ ഇല്ലയോ? വിചാരിച്ച രീതിയിൽ നടക്കുമോ ഇല്ലയോ? ഇല്ലേ? അപ്പൊ ഇത് തന്നെയാണ് പ്രശ്നം മനുഷ്യന്റെ. അപ്പൊ നടക്കുമോ ഇല്ലയോ എന്നാണ് അത് ഭാവിയിലെ കാര്യമാണ്. അപ്പൊ ഭാവിയെ ഓർത്തുള്ള ഉത്കണ്ഠ ഒന്ന്. രണ്ട്, ഭൂതകാലത്തെ ഓർത്ത് ഉള്ള ഒരു ആശങ്കകൾ. ഇത് രണ്ടുമാണ് മനുഷ്യനെ ഇട്ട് നശിപ്പിക്കുന്നത്. ഇപ്പൊ എവിടെയെങ്കിലും ഇപ്പം വീട്ടിലിപ്പം ഭാര്യയും ഭർത്താവും ആയിക്കോട്ടെ, അതല്ലെങ്കിൽ സഹോദരങ്ങളായിക്കോട്ടെ, കാമുകനും കാമുകിയായിക്കോട്ടെ, ആര് തന്നെ ആയിക്കോട്ടെ, റോഡിൽ നിൽക്കുന്ന രണ്ട് വ്യക്തിൻ്റെ ആയിക്കോട്ടെ, രണ്ട് ഡ്രൈവേഴ്സ് ആയിക്കോട്ടെ, ഇവിടെ എല്ലാം സംഭവിക്കുന്നത് ഈ പാസ്റ്റും ഫ്യൂച്ചറും തമ്മിൽ അതിനകത്ത് കിടന്നുള്ള ഒരു കളിയാണ്. നമ്മുടെ ജീവിതം എപ്പോഴാണ് വർത്തമാനത്തിലെ ജീവിതമുണ്ട് അല്ലേ? പാസ്റ്റും ഫ്യൂച്ചറും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയിൽ, നമ്മുടെ സങ്കല്പത്തിൽ നിലനിൽക്കുന്ന നമ്മളുടെ പ്രോപ്പർട്ടീസ് ഓഫ് അവർ കോൺഷ്യൻസ് എന്ന് പറയാം. നമ്മളുടെ ഒരു ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു കാര്യങ്ങളാണ് ഈ പാസ്റ്റും ഫ്യൂച്ചറും. അതൊന്നും യാഥാർത്ഥ്യമല്ല. നമ്മുടെ ഈ ഒരു ഞാൻ ഈ സംസാരിക്കുന്ന ഞാൻ ഈ തുടങ്ങിയ ഈ വാചകം ഇത് പൂർത്തിയാക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഇതിലോ പൂർത്തിയാകുന്നതിന് മുമ്പ് എന്റെ കഥ കഴിഞ്ഞു നിൽക്കുന്നില്ല. അത്ര പോലും നമുക്ക് ഉറപ്പില്ല. അത്ര അൺസർട്ടൻ ആണ് ഈ വേൾഡ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നാളെ എന്ത് നടക്കും, മറ്റന്നാൾ എന്ത് നടക്കും എന്നുള്ള ആലോചിച്ചിട്ടാണ് മനുഷ്യൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നത്. അതേപോലെ കഴിഞ്ഞ കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഓർമ്മ വരുന്നത്. കഴിഞ്ഞ ഓരോരോ സംഗതികൾ. ഇപ്പം നമ്മളിപ്പോ ഒരു പുതിയ ഫാഷൻ കാണുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓർമ്മയാണ്. ആ ഓർമ്മ വന്നപ്പോഴത്തേക്ക് ആ ഫാഷൻ നമുക്ക് ഇഷ്ടപ്പെട്ടു. അത് നമ്മുടെ ഓർമ്മയാവുന്നു, നമ്മളത് വിചാരിക്കുന്നു, നമ്മളെ അതിനകത്ത് കാണുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചതുപോലെ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇങ്ങനെ ഇന്നതൊക്കെ പറയുന്നു. പറഞ്ഞു ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ച കണക്കാവുന്നു. അപ്പൊ എന്തായി? അവരുമായിട്ട് ടെൻഷനായി. എനിക്ക് നാളെ ഇനി പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഇതാണ് പ്രശ്നമുണ്ട്, ഞാൻ ഇങ്ങനെയാണോ നിങ്ങളെടുത്ത് പറഞ്ഞത്? അപ്പൊ വീണ്ടും പാസ്റ്റായി. നിങ്ങൾ ഇങ്ങനെയല്ല, ഈ രീതിയിലാണല്ലോ വെട്ടാൻ പറഞ്ഞത്, ഈ പടം എടുത്ത് കാണിച്ചിട്ടില്ലേ? അപ്പൊ ഈ പടം കാണിച്ചപ്പോ തന്നെ ഞാൻ ഇന്നത് ഇങ്ങനെ പറഞ്ഞില്ല. സത്യം പറഞ്ഞാൽ പിന്നെ മുടി വെട്ടിയത് അപ്പൊ ഇയാളുടെ അടുത്ത് വഴക്കിട്ടിട്ട് വല്ല കാര്യമുണ്ട്? ഇല്ല. പഴയതുപോലെ ആവണമെങ്കിൽ ആ രീതിയിലാവണമെങ്കിൽ മുടി കിളിച്ച് വീണ്ടും പിന്നെ കാത്തിരിക്കേണ്ടി വരും. അതല്ല പിന്നെ ആകെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ മഹാവ്യക്തിയിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അയാളുടെ ഒരു ക്രിയേറ്റിവിറ്റി ആവശ്യമുണ്ട്. ഇത് ചെയ്ത ആളുടെ ഒരു ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്, ഇതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഷേപ്പ് ആക്കിയാലും ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്ന ഷേപ്പ് എന്ന് പറഞ്ഞ് അയാളെ കൊണ്ട് തന്നെ വേണമെങ്കിൽ വളരെ രസം. അപ്പം അയാൾക്കും തോന്നും. പിന്നെ അയാളൊരു സാധനം കണ്ടെത്തി നിങ്ങൾക്ക് ഇത് പറ്റും എന്ന് മനസ്സിലാക്കി നമുക്കിത് പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് കുഴപ്പമില്ല, നിങ്ങൾ അതൊന്നും ചെയ്യാൻ പറഞ്ഞ് അയാൾ ഉന്മേഷത്തോടു കൂടി അയാളുടെ ഒരു പ്രോജക്റ്റ് എന്ന നിലയിൽ അയാൾ ചെയ്യും. ഇവിടെയാണ് ലൈഫിനെ മുമ്പോട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയുന്നത്. ഇത് എല്ലാ റിലേഷൻസിലും ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്, ഈ പ്രണയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇടയിലാണ് വിവാഹം കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അടിയുണ്ടാവും. പ്രണയത്തിന്റെ പിന്നെ
സമയത്ത് ഈ പറഞ്ഞതുപോലെ ചന്ദ്രനെ നോക്കി ഇരുന്നിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രകൃതിയെ നോക്കിയിട്ട് പറയും ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല കാരണം നിന്റെ മുഖത്ത് നോക്കിയിട്ട് അതിലേക്ക് നോക്കുമ്പോഴേക്ക് സൗന്ദര്യം അത്രയും കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പ്രണയകാലം എന്ന് പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് പിന്നെ ഇവിടെ നിന്നാണ് ഇതിന്റെ അളവുകോൽ എന്ന് പറയുന്നത്. അപ്പോ സ്ത്രീകളുടെ ഭാഗത്താണെങ്കിൽ അറ്റൻഷൻ കുറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള തോന്നലുണ്ടാവും. അതേപോലെ തന്നെ കാമുകൻ അല്ലെങ്കിൽ ഭർത്താവിന് പഴയതുപോലെയുള്ള മറ്റേ എന്നെ കരുതുന്നുണ്ടോന്നുള്ള സംശയം ഉണ്ടാവും. ഇവിടെ എല്ലാം ഈ പാസ്റ്റ് കിടന്ന് കളിക്കുകയാണ്. അപ്പൊ ഈ വർത്തമാനത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു പുതിയ അനുഭവമാണ്. ഓരോ നിമിഷവും ഒരു നിമിഷം പോലും മനുഷ്യന്റെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്നില്ല. നോട്ട് ഈവൻ എ സിംഗിൾ മൊമെന്റ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം ആതിരയുടെ ജീവിതത്തില് ഇതുപോലൊരു മൊമെന്റ് മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല അല്ലേ? ഇതേപോലെ ഇപ്പം നമ്മളുടെ ക്യാമറമാൻ അനൂപ് അവിടെ ഇരിക്കുന്നു, ആതിര ഇവിടെ ഇരിക്കുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു, നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നു. നമ്മളിനി എത്ര ഇതേപടിയൊരെണ്ണം ആവർത്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും ഇത് തന്നെ അടുത്ത നിമിഷം നമുക്ക് ആവർത്തിക്കാൻ ശ്രമിച്ചാൽ പോലും വരില്ല. അപ്പൊ ഓരോ നിമിഷവും പുതിയതായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പുതിയത് എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാനായിട്ടുള്ള ഒരു ശ്രദ്ധ എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പൊ എപ്പോഴും ഓരോ മൊമെന്റിലും പുതുമയുണ്ട്. ആ പുതുമ എന്താണെന്നുള്ള അറിയുമ്പോഴാണ് ആസ്വാദനം വരുന്നത്. അപ്പോഴാണ് ലൈഫിന്റെ ആസ്വാദനം വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കായിരിക്കണം നമ്മളൊക്കെ വിവാഹം കഴിഞ്ഞു, ഭാര്യയും ഭർത്താവും ഒന്നിച്ച് താമസിക്കുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഭർത്താവ് നോക്കുന്ന സമയത്ത് ചീപ്പിനകത്ത് മുടി ഉടക്കിയിരിക്കുന്നു. ഇതെന്താണ് ഈ ചീപ്പൊക്കെ എടുത്ത വൃത്തിയാക്കി വെക്കണ്ടേ? ആദ്യ ദിവസം ചോദിക്കുന്നു, വീണ്ടും ഇങ്ങനെ കാണുന്നു, ചിലപ്പോൾ ദേഷ്യം വരുന്നു, ഉറക്കം സംസാരിക്കുന്നു, മൂന്നാമത്തെ ദിവസം ചീപ്പെടുത്ത് എറിയുന്നു, കോൺഫ്ലിക്റ്റ് ആവുന്നു. മനസ്സിലായില്ലേ? അത് എന്തുകൊണ്ടായിരിക്കാം? ചിലപ്പോ ഈ ഭർത്താവിന്റെ അച്ഛനും ഇതുപോലെ ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ അയാളുടെ ചെറിയ നാളിലൊക്കെ ഒരു പക്ഷേ അയാളുടെ അച്ഛൻ ഇങ്ങനെ മുടിക്കകത്ത് അല്ല ചീപ്പിനകത്ത് മുടിയൊക്കെ ഇരിക്കുന്ന കാണുമ്പോ ഇതുപോലെ അദ്ദേഹത്തിന്റെ അമ്മയെ വഴക്ക് പറഞ്ഞിട്ടോ ഒക്കെ ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാവാം. ഇദ്ദേഹം വളർന്ന സിസ്റ്റർ ഉണ്ടെങ്കിൽ സിസ്റ്ററിനെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ ആ ഒരു പാസ്റ്റ് പിന്തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് മുടിയിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം. ഒരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞു. അപ്പൊ അതൊരു കോൺഫ്ലിക്റ്റ് ആയി. അപ്പൊ ഇതൊരു തന്റെ മുടി ഒരു ചീപ്പിലിരിക്കുന്ന കണ്ട് തന്റെ ഭർത്താവോട് തെരഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ യുവതിയുടെ മാനസികാവസ്ഥ എന്ന് ആലോചിച്ച് നോക്കും. അവരുടെ ഉള്ളിൽ ഹർട്ടാവാണ്, മുറിവേൽക്കുകയാണ് ചെയ്യുന്നത്. മുറിവേൽക്കുമ്പോൾ ആർക്കെങ്കിലും സുഖം ഉണ്ടാവും? ഇല്ല. കുറച്ച് സഹിക്കുക, കുറച്ച് അധികം മുറിവേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ പിന്നെ തിരിച്ചടി, ആക്രമണം വരും. അപ്പൊ സംഘർഷമായി. അപ്പൊ ഇതിന്റെ ഇതുപോലുള്ള 100,000 സംഭവങ്ങൾ അനുനിമിഷം. ഞാൻ ചെറിയ ഒരു സംഭവം പറഞ്ഞത് മാത്രമേ ഉള്ളൂ ചീഫിന്റെ. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം കൂടെ ആയിരിക്കും. അതെ, മാത്രം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ജീവിതത്തിൽ എന്തെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയായി. കുറെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നതിനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല, നിങ്ങൾ പറയുന്നതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല, ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ എതിരെ നിങ്ങൾ പറയത്തുള്ള എന്നുള്ള അവസ്ഥ വരുമ്പോഴത്തേക്ക് രണ്ടുപേരും പരസ്പരം സ്വീകരിക്കാത്ത അവസ്ഥയിലേക്ക് പിന്നെ കോൺഫ്ലിക്റ്റ് ആണ് അല്ലെ? അപ്പൊ ഇതെല്ലാ വ്യക്തികളും തമ്മിൽ ഉണ്ടാവുന്നുണ്ട്, സമൂഹങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നുണ്ട്, മതങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നുണ്ട്, രാഷ്ട്രങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. ഈ ഒറ്റ വിഷയമേ ഉള്ളൂ. മനുഷ്യനെ എങ്ങനെ ഒന്നിച്ച് ജീവിക്കാൻ കഴിയുമെന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അവനവനെ ഹാൻഡിൽ ചെയ്യാൻ, കണ്ടക്ട് ചെയ്യാൻ പഠിക്കും. നമ്മളെ കണ്ടക്ട് ചെയ്യാൻ പഠിക്കണം. ഈ മൊമെന്റിലെ ജീവിതം എനിക്ക് എന്താണ് പുതിയത് വെച്ചിരിക്കുന്നത്? ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നു, ഞാനിപ്പോ ഒരു അരമണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ തരുമ്പോൾ ഈ അരമണിക്കൂർ ഇവിടെ ഇരുന്നിട്ട് ഇതെന്റെ ആസ്വാദനമായി മാറും. അതല്ലാതെ എനിക്ക് അയ്യോ ഇന്നടത്തിന് മീറ്റിംഗ് ഉണ്ട്, ഇങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ നോക്കുന്ന സമയത്ത് അതിലേക്ക് സ്ട്രെസ് ആവും അല്ലെ? പെട്ടെന്ന് പോകേണ്ടി വരൂ, തീർക്കാൻ പറ്റൂ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ അത് ഭാവിയിലേക്കുള്ള പ്രശ്നം. അപ്പൊ ഇതൊക്കെയാണ് ഇത് മനസ്സിലാക്കിയിട്ട് മറിച്ചിട്ട് ഈ അരമണിക്കൂർ ഞാനിവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അരമണിക്കൂർ ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യും. അപ്പൊ നന്നായിട്ട് സ്പെൻഡ് ചെയ്യുക. ഇത്രേ ഉള്ളൂ സംഗതി. ആകെ നമുക്ക് കുറച്ച് നാളാണ് ജീവിതത്തിൽ കിട്ടുന്നത് അല്ലെ? മാക്സിമം ഒരു 100 കൊല്ലം ജീവിക്കും. അത് കഴിഞ്ഞാൽ നമ്മളില്ല. അപ്പൊ ഈ ഉള്ള സമയത്ത് അതിനകത്ത് എത്ര സമയം നമ്മൾ പകുതിയോളം സമയം ഉറങ്ങിക്കളഞ്ഞു കഴിയും. ഏതാണ്ട് കാൽഭാഗത്തോളം സമയം നമ്മൾ പിന്നെ പ്രഭാതചര്യയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നു. വളരെ കുറച്ച് സമയം ജീവിക്കാൻ കിട്ടുള്ളൂ. ഈ ജീവിക്കാൻ കിട്ടുന്ന സമയത്താണ് മനുഷ്യൻ ഈ ഭൂതകാലത്തിന്റെ പ്രശ്നം. അതുകൊണ്ടാണ് പറയുന്നത് 6 വയസ്സ് വരെ കുട്ടികളെ വളരെ ശ്രദ്ധയോടുകൂടി വളർത്തണം. അത് അമ്മമാര് തന്നെ വളർത്താൻ ചെയ്യും എന്ന് പറയുന്നത്. ഈ 6 വയസ്സിനകത്ത് ഉള്ളിൽ കയറുന്ന സാധനങ്ങളൊക്കെ പിന്നെ പുറത്തേക്ക് പോകാൻ വലിയ പ്രയാസമാണ്. ഭൂതകാലത്തിന്റെ പ്രത്യേകത അതാണ്.
കാര്യം അത് ക്ലീൻ സ്ലേറ്റ് ആണ്. ആ ക്ലീൻ സ്ലേറ്റിൽ വന്ന് വഴിയുന്ന സാധനങ്ങൾ ഏറ്റവും അടിയിലാണ്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ 6 വയസ്സിനുള്ളിലാണ് ഈ പറഞ്ഞതുപോലെ തന്റെ അച്ഛൻ ചീപ്പെടുത്ത് എറിയുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ എറിഞ്ഞിരിക്കും, സംശയമില്ല കാര്യം. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഈ പാസ്റ്റിന്റെ പവർ എന്ന് പറയുന്ന സാധനം. അപ്പൊ പാസ്റ്റിനകത്ത് പെട്ടുപോകും. അങ്ങനെ പെട്ടുപോകുന്ന സമയത്ത് ഇത് എങ്ങനെ നമുക്ക് ഇതിന് പുറത്തു വരാം? അവനവൻ വിചാരിച്ചാലേ പറ്റത്തുള്ളൂ. ഇത് എന്റെ ഉള്ളിലെ പാസ്റ്റ് ആണ് എന്നിൽ ഈ കോപം ഉണ്ടാക്കുന്നത്, എന്നെ കൊണ്ട് ഈ ചീപ്പെടുത്ത് എറിയിച്ചത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കലേ. ഇത് എന്റെ പ്രശ്നമാണ്. എന്തിനാണ് ഞാൻ എറിഞ്ഞത്? ഞാൻ വളരെ പ്രണയപൂർവ്വം അവളിൽ തടവിയിരുന്ന മുടി അത് തന്നെയല്ലേ ഈ ചീപ്പിലിരിക്കുന്നു, അല്ലേ? എനിക്ക് എന്റെ പ്രണയം അവിടെ നഷ്ടപ്പെട്ടു പോയി, അത് എന്റെ പ്രശ്നമല്ലേ എന്ന് ചിന്തിക്കുന്ന സമയത്ത് അവിടെ വേറൊരു തലത്തിലേക്ക് മാറും. റിലേഷൻഷിപ്സും മാറും, ആ വ്യക്തിയും മാറും, അവനവൻ തന്നെ മാറിയേ മാറ്റി. ഇത് എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഇത് വലിയ വിഷയം. കാരണം മനുഷ്യരാശി ഉണ്ടായ മുതൽ ഇനി അവസാനിക്കുന്നതും വരെ ഈ വിഷയങ്ങളുണ്ടാവും. അപ്പൊ ഇതിനകത്ത് നിന്ന് എങ്ങനെ ഓരോ വ്യക്തിക്കും പുറത്തേക്ക് വളരെ സ്മാർട്ടായിട്ട്, ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ സ്മാർട്ടായിട്ട്, ബലം പിടിക്കാതെ വളരെ സുഖകരമായിട്ട് പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്കാണ് ജീവിതം ആസ്വദിക്കുന്നത്.